ദൈവനാമത്തിന് മഹത്വം. ലോക സമ്പദ് വ്യവസ്ഥയിലെ ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം കഴിഞ്ഞ ആളുകളുടെ എഴുതുവാൻ ശ്രമിച്ച ദൈവം ഇടയാക്കി. അതില് ഒട്ടനവധി ആൾക്കാരുടെ ഒരു പ്രയത്നത്തിലാണ് ആ ഒരു പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാർ നന്ദി പറയേണ്ടതുണ്ട്. ഈ പുസ്തകത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് തന്നത് ചെറിയങ്ങളാണ്. ഒരുപാട് ഡാറ്റകളും അതുപോലെ തന്നെ അനിൽകുമാർ ബ്രദർ വന്നിട്ടില്ല. എങ്ങനെയാണ് ഡാറ്റകളൊക്കെ എടുക്കേണ്ടത്, എങ്ങനെയാണത് സിസ്റ്റമാറ്റിക് ആക്കേണ്ടത് എന്നൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാരുടെ സഹായം മൂലമാണ് ഇന്ന് ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഈ ലോക സമ്പദ് വ്യവസ്ഥയിലെ ക്രിസ്തീയ മൂല്യങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചു നേരം സംസാരിക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോ നമ്മൾ ഈ ലോക സമ്പദ് വ്യവസ്ഥയെ ക്രിസ്തീയ മൂല്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ ക്രിസ്തീയ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു സംഭവമാണ് എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞ സബ്ജക്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉറക്കം വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പെട്ടെന്നൊന്നും ചിലപ്പോൾ ഗ്രഹിക്കില്ല, എങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഞാനത് ലളിതമാക്കി നിങ്ങൾക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം എന്നിവയെ കുറിച്ചുള്ള ഒരു പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ മനുഷ്യരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അനന്തമാണ്. അത് നമുക്കറിയാലോ. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത് ഇഷ്ടം പോലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾക്കും ആഗ്രഹത്തിനും ഒത്തവണ്ണം ഉള്ള വിഭവങ്ങളുടെ ശേഷി വളരെ കുറവാണ്. അപ്പൊ ഈ കുറവുള്ള ശേഷിയെ കൊണ്ട് ഈ അനന്തമായിട്ടുള്ള ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ ഇങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സമ്പത്തിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു പഠനമാണെന്ന്. അങ്ങനെയല്ല. ഈ സാമ്പത്തിക ശാസ്ത്രത്തില് ദാരിദ്ര്യം, സമത്വം, ചൂഷണം എന്നിവ എങ്ങനെ പരിഹരിക്കാം എന്നത് കൂടി നമ്മൾ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കുന്ന ഒന്നാണ്. ഡോക്ടർ പി.ആർ. അംബേദ്കറുടെ ഒരു പുസ്തകമുണ്ട്, പ്രോബ്ലം ഓഫ് ദ റുപ്പി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രം ഒരു സാമൂഹിക നീതിയുടെ ഉപകരണം എന്നും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാവണം ഇത് പ്രവർത്തിക്കേണ്ടതെന്നും അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉന്നമനത്തിന് വേണ്ടി ആകരുത് എന്നും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇത് എഴുതുന്ന സമയത്ത്, ഈ പുസ്തകം എഴുതുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തിന്റെ കയ്യിൽ മാത്രം വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് ഒരു ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ മാത്രം സമ്പത്തിരിക്കുകയും വലിയൊരു വിഭാഗം അടിമകളുമായിട്ടും അല്ലെങ്കിൽ അവർക്ക് അധ്വാനത്തിന് ഒരു ഫലം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ മാത്രം സമ്പത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല. സമ്പത്ത് എല്ലാവർക്കും ഉള്ളതാണ് എന്നാണ് ഇവിടെ നമ്മുടെ ഡോക്ടർ പി.ആർ. അംബേദ്കർ പറയുന്നത്. മാത്രമല്ല, നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ സാധിക്കാത്ത ഒരു പേരാണ് ആഡം സ്മിത്ത് എന്നുള്ളത്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ്. അങ്ങനെ ഈ ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആകുന്നതിന് കാരണമായത് 1776 അദ്ദേഹം രചിച്ച അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായിട്ടുള്ള ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകമാണ് അദ്ദേഹത്തിന് ഈ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാക്കാനായിട്ടുള്ള കാരണം. ഈ പുസ്തകത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞത് ഈ ഒരു പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളിൽ അദ്ദേഹം ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ ജനങ്ങളുടെ അധ്വാനവും ഉൽപാദനവുമാണെന്നാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. അതായത് അധ്വാനത്തെയും അല്ലെങ്കിൽ അധ്വാനിക്കുന്നവരെയും
മാനിക്കുന്ന ഒരു ബൈബിൾ തത്വമാണ് ഇവിടെ ആഡം സ്മിത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് അധ്വാനിക്കുന്നവരെ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. മുൻപ് ഇവിടെ അധ്വാനിക്കുന്നവര് അടിമകളായിരുന്നു കൂടുതലും അധ്വാനിക്കുന്നത്. ഈ റോമൻ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണിയെടുക്കുന്ന ഒരു വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിമകളാണ്. പക്ഷെ ഈ അടിമകളല്ലാതെ പണിയെടുക്കുന്നവർക്ക് അവരുടെ കൃത്യമായിട്ടുള്ള വേതനം കൊടുക്കുക, പണിയെടുക്കുന്നവരെ ബഹുമാനിക്കുക, കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാല് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്കുമായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു വചനം എന്നുള്ളത് അത് നമുക്ക് ബൈബിളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ TWN എന്ന പുസ്തകം, അതായത് ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിലേക്ക് ആഡം സ്മിത്തിനെ എത്തിക്കുന്നതിന് ക്രിസ്തീയ മൂല്യങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അത് ആ പുസ്തകം വായിക്കുന്നത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആഡം സ്മിത്തിന്റെ പ്രധാനമായിട്ടുള്ള 2 പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സും പിന്നെ ഉള്ളത് ദ വെൽത്ത് ഓഫ് നേഷൻസ് ആണ്. ഈ 2 പുസ്തകങ്ങള് ക്രിസ്തീയ ചിന്തകളുടെ ദർശനവും ശക്തമായിട്ട് തന്നെ അതിനകത്ത് സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ സ്മിത്തിന് മുൻപ് 1776-ലല്ലോ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ ഇടപാടുകളൊക്കെ അതിന് മുൻപുള്ളതാണ്. അപ്പോ ഈ സ്മിത്തിനെ ഇത് സ്വാധീനിച്ചത്, സ്മിത്തിന് മുൻപ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതും ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ ഗഹനമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതും സഭാപിതാക്കന്മാരായിരുന്നു എന്നതാണ്. ഈ സഭാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വില, മൂല്യം, പലിശ, കച്ചവട ധാർമ്മികത ഇങ്ങനെയുള്ള പഠനങ്ങളാണ് സഭാപിതാക്കന്മാരൊക്കെ കൂടുതലും ഊന്നലും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബേസിലാണ് ആഡം സ്മിത്തിന് തന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്മിത്തിന്റെ ഗുരു, അതായത് സ്മിത്തിന്റെ ഗുരു ആയിരിക്കുന്നത് ഗ്ലാസ്ഗോ സർവകലാശാലയുടെ പ്രൊഫസറും പ്രശസ്ത സ്കോട്ട്ലൻഡ് തത്വചിന്തകനുമായിരിക്കുന്ന ഫ്രാൻസിസ് എച്ച്സൺ എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു ആഡം സ്മിത്തിന്റെ ഗുരു. അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായിരുന്നു. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാല് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിലാണ് ആഡം സ്മിത്ത് പഠിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പൊ ആഡം സ്മിത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും മറക്കാനാവാത്ത ഗുരു എന്നാണ് ആഡം സ്മിത്ത് തന്റെ ഗുരുവായ എച്ച്സന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സ്മിത്ത് ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായിരുന്നു. സ്മിത്തിന്റെ കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളിന്റെ പഠനങ്ങളും അല്ലെങ്കിൽ സഭയിൽ പഠിപ്പിക്കുന്നതെല്ലാം സ്മിത്തിന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ഈ സാമ്പത്തിക ശാസ്ത്രത്തിലും ഇത് സ്മിത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സ്മിത്തിന്റെ 2 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. സ്മിത്ത് ഇത് നമുക്ക് എങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയുണ്ടായി. 1751 സ്മിത്തിന്റെ ഗുരു പഠിപ്പിച്ച അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആഡം സ്മിത്ത് പഠിപ്പിക്കാനായിട്ട് കയറുന്നതിന് മുമ്പ്, അതായത് ലോജിക്കൽ പ്രൊഫസറും പിന്നീട് ധാർമ്മിക തത്വചിന്തയുടെ പ്രൊഫസറുമായിട്ട് ഇങ്ങനെ 2 തലത്തിൽ സ്മിത്ത് കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്നതിന് മുൻപ്, ഔദ്യോഗികമായിട്ട് ഈ സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പ്, അന്നത്തെ സ്കോട്ട്ലൻഡിലെ ഔദ്യോഗിക ചർച്ചായ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിന്റെ അവരുടെ ഒരു വിശ്വാസ പ്രമാണത്തിൽ അവർ ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ട്. അത് കാൽവിനിസ്റ്റ് കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഇതിൽ ഒരു മടിയും കൂടാതെ സ്മിത്ത് ഒപ്പുവെച്ചു എന്നുള്ളത് ഇന്നും സാമ്പത്തിക ശാസ്ത്രത്തിലെ നിരീശ്വരവാദികളായ ആൾക്കാർക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി ഉന്നത സ്ഥാനത്തിലേക്ക് പോകുന്ന സമയത്ത് തന്റെ വിശ്വാസത്തെ കുറിച്ച് ദൃഢമായിട്ട് നല്ല ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് അതിൽ ഒപ്പുവെക്കണമെങ്കിൽ സ്മിത്തിന്റെ വിശ്വാസ ജീവിതം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ സ്മിത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പുസ്തകത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ടോപ്പിക് പറയാനായിട്ട് ഇടയായെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മിത്തിനെ കുറിച്ച് ഞാൻ പഠിച്ചു വന്നപ്പോൾ ഒരു കൂട്ടം നിരീശ്വരവാദികൾ തെളിയിക്കാനായിട്ട് ശ്രമിക്കുകയാണ് സ്മിത്ത് ഒരു എത്തീസ്റ്റ് ആയിട്ട് മാറി എന്നുള്ളത്. പക്ഷെ നമുക്ക് അതിന് കൃത്യമായിട്ട് തെളിവുകളൊന്നും കിട്ടില്ല. പക്ഷെ കൃത്യമായിട്ട് ക്രിസ്തു ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തിലെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നൊരു വ്യക്തിയാണ്, ക്രിസ്തീയത മുഴുവൻ പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ സാമ്പത്തിക മൂല്യങ്ങൾ. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ബൈബിളില് ആത്മീയതയെ കുറിച്ച് മാത്രം
സംസാരിക്കുന്ന ഒരു പുസ്തകം അല്ല. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ബൈബിൾ ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നുണ്ട്. ആത്മീയതയെ കുറിച്ച് മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു നിയമ പുസ്തകമാണ് ബൈബിൾ. അതായത് 12,000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ബൈബിളിലൂടെ അല്ലാതെ ഇത്രയും വ്യക്തമായിട്ട് വേറൊരു പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ടാക്സ് എങ്ങനെയാണ് കൊടുക്കുന്നത്, കുറ്റം ചെയ്ത എങ്ങനെയാണ്, അല്ലെങ്കിൽ വധശിക്ഷ എങ്ങനെയാണ്, കല്ലേറുകൾ, അടിയുടെ നിയമങ്ങൾ, ഇങ്ങനെ നിയമങ്ങളെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. അതുപോലെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ചും ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്, ബൈബിളില് സമ്പത്തിനെ കുറിച്ച് പ്രയോജിച്ചിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ബൈബിളുടനീളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ആത്മീയനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതവും അവന്റെ പണമിടപാടും തമ്മിൽ അവേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് ബൈബിളുടനീളം കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ബൈബിളില് ഏകദേശം എത്ര തവണ പണത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ബൈബിളില് പണത്തിനെ കുറിച്ച് ഏകദേശം എത്ര തവണ പരാമർശിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതിനെ കുറിച്ച് നോക്കിയപ്പോ ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഏകദേശം ബൈബിളില് പണത്തെയും അല്ലെങ്കിൽ സ്വത്തിനെയും വിഭവങ്ങളുടെയും വിനിയോഗത്തെയും കുറിച്ചൊക്കെ നേരിട്ടും പരോക്ഷമായിട്ടും സംസാരിച്ചിട്ടുള്ളത് 2350 വാക്യങ്ങളാണ് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് സമ്പത്തിനെ കുറിച്ചുള്ള ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്, സ്വത്ത് സമ്പാദിക്കുക, പണം സമ്പാദിക്കുക എന്നൊക്കെ വിഷയത്തില് പ്രാസംഗികര് വന്നിട്ട് പ്രസംഗിച്ചു തുടങ്ങുന്ന സമയത്ത് പറയും പണം നമുക്ക് അത്യാവശ്യമൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രസംഗം തുടങ്ങിയിട്ട് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ചിന്തിച്ചു, ഈ സ്വത്ത് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാല്, പണം നമ്മുടെ കയ്യിൽ വന്ന് ഇതൊരു പൈശാചികമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ബൈബിള് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ സമ്പത്ത് പലപ്പോഴും ബൈബിളിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് പല സന്ദർഭങ്ങളിലും കാണുന്നത്. പക്ഷെ ഈ സമ്പത്ത് അനുഗ്രഹമാകുമ്പോൾ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്യാഗ്രഹം മൂത്തിട്ട് പണം സമ്പാദിക്കാനായിട്ട് പോകരുത്. മാത്രമല്ല, അന്യായമായിട്ടും സമ്പാദിക്കുന്നതിനൊക്കെ കർശനമായിട്ട് ബൈബിള് എതിർക്കുന്ന ഒന്നാണ്. അതായത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്വാനിക്കുന്നതും പണം സമ്പാദിക്കുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതും പണം സമ്പാദിക്കുന്നതിലൊന്നും ബൈബിള് തെറ്റ് പറയുന്നില്ല. പകരം നിങ്ങൾ ആ പണം സമ്പാദിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനോഭാവം എന്താണ്, അല്ലെങ്കിൽ പണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനോഭാവം എന്താണ്, അല്ലെങ്കിൽ ആ പണം ചെലവഴിക്കുന്ന സമയത്ത് നിന്റെ മനോഭാവം എന്താണ്, ഇതിനെയാണ് ബൈബിള് മുന്നിൽ കൊടുത്തിട്ട് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിനോട് ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ആ സമ്പാദിച്ച പണം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പണം ചെലവഴിക്കാനായിട്ട് സാധിക്കണം. കട്ടെടുത്ത മുതൽ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കൊള്ളപ്പണം നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് ദൈവത്തോട് നന്ദി പറയാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല. മാന്യമായിട്ടുള്ള രീതിയിൽ ഗുഡ് മണി, ബാഡ് മണി, ബ്ലഡ് മണി. അപ്പൊ നമുക്ക് വേണ്ടത് ഗുഡ് മണി ആയിരിക്കണം എന്നതാണ് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാനിപ്പോ ഇത്രയും പറഞ്ഞ ഒരു ബൈബിളിൽ ഒരു ധാർമ്മികതയെ കുറിച്ചാണ്, പണത്തിന്റെ ഒരു ധാർമ്മികതയെ കുറിച്ചാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബൈബിളിൽ വേറൊരു സംഭവം കൂടി ഊന്നി പറയുന്നുണ്ട്. ഇതും കൂടി പറഞ്ഞ് ഈ ഒരു പോയിന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ക്രിസ്തുവിൻ പറഞ്ഞ ഉപമകളുടെ സാമ്പത്തിക നയത്തെ കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അതായത് ബൈബിളിലെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, ദൈവം നമുക്ക് സാധാരണയായിട്ട് ജീവിക്കാനായിട്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ പണം ദൈവം നമ്മൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങളുടെ പണമല്ല എന്നാണ് ബൈബിള് പറയുന്നത്. അതായത് നമുക്ക് സാമാന്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ ദൈവം നിങ്ങൾക്ക് പണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങളുടെ മുമ്പിൽ ആ പണത്തിന് വേണ്ടിയിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് സഹായിക്കേണ്ട പണം എന്നാണ് ബൈബിൾ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ പറയുന്നത്, എന്നാൽ ഈ ലോകത്തിന്റെ വസ്തുവകകൾ ഉള്ളവർ ആരെങ്കിലും തന്റെ സഹോദരന് മുത്ത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ
ദൈവത്തിന്റെ സ്നേഹം അവന് എങ്ങനെ വസിക്കും എന്നാണ് ആ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ലോകത്തിന്റെ വസ്തുവകകളൊക്കെ ഉള്ള, അതായത് സമ്പന്നനായ ഒരു വ്യക്തി തന്റെ സഹോദരന് മുട്ടുള്ള ഒരു വ്യക്തിനൊക്കെ കാണുമ്പോൾ അലിയണം എന്ന് തന്നെയാണ് ബൈബിളിൽ നമുക്ക് പറയുന്നത്. മാത്രമല്ല ഈ പണക്കാരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മുടെ സഭാപിതാക്കന്മാരായിട്ടുള്ള ആൾക്കാര് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി സഭാപിതാക്കന്മാർ ഈ പണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും എന്നെ എന്താ പറയേണ്ടത് ഒന്ന് പിടിച്ചു കുലുക്കിയത് ബേസിൽ എന്ന് പറയുന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കോട്ട് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീട്ടില് അധികമായിട്ടുള്ള ഭക്ഷണം ഉള്ളത് അത് നിങ്ങളുടെ ഭക്ഷണം ദരിദ്രന്റെ അല്ലെങ്കിൽ വിശക്കുന്നവന്റെ മാത്രമല്ല, നിങ്ങളുടെ അലമാരിയിൽ ഇരിക്കുന്ന അധികമായിട്ടുള്ള വസ്ത്രങ്ങൾ അത് നിങ്ങളുടെ വസ്ത്രമല്ല, അത് നഗ്നനായവന്റെ വസ്ത്രമാണ് എന്നാണ്. ഈ പറഞ്ഞ ധാർമ്മിക തത്വങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ധാർമ്മിക തത്വങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ബൈബിളിൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ അപ്ലൈ ചെയ്തേക്കുന്നത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. അതായത് കമ്പനികൾ അവരുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗം സമൂഹക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇതൊക്കെ നമ്മുടെ ഈ ബൈബിളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ അന്താരാഷ്ട്ര സഹായവും വികസനവും. വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾക്ക് സമ്പത്ത് കൈമാറുകയും സാങ്കേതികമായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതും മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സന്നദ്ധ സംഘടനകളും പരസ്പര സഹായ ഗ്രൂപ്പുകളും, ഇതെല്ലാം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബൈബിളിലെ തത്വങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പോകുന്നത് ക്രിസ്തുവിൻ്റെ ഉപമകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ക്രിസ്തുവിൻ്റെ ഉപമകൾ ഏകദേശം 38 ഉപമകളാണ് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 16 എണ്ണവും സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു പേഴ്സൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉപമകൾ 100%-ൽ 40% ഉപമകളും സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ക്രിസ്തുവിൻ്റെ ഈ ഉപമകളുടെ കുറിച്ച് ഏകദേശം ഒരു 10 സാമ്പത്തിക തത്വങ്ങൾ വിശദമായിട്ട് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് വായിക്കുമല്ലോ എന്ന് ഞാൻ പറയുന്നു. മാത്രമല്ല, അടുത്തതായിട്ട് വരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ഉപമകളെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അടുത്തൊരു ടോപ്പിക്കിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു ഇത് വരുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്വാധീനിച്ച ക്രിസ്തീയ ചിന്തകളാണ്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്രിസ്തീയ ചിന്തകൾ ഒട്ടനവധി കടന്നു വന്നിട്ടുണ്ട്. ഒട്ടനവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ മുഖച്ഛായ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. കാരണം അതങ്ങനെയാണ്. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രൂപത്തെയും അതിൻ്റെ വളർച്ചയെയും കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മതേതര ചരിത്രകാരന്മാർ പലപ്പോഴും വിസ്മയിക്കാറുള്ള ഒന്നാണ് ക്രൈസ്തവ ചിന്തകളും അതിൻ്റെ ധാർമ്മികതയും അതിനുള്ള ആഴമേറിയ പങ്ക്. അത് പലപ്പോഴും മതമില്ലാത്ത ആൾക്കാർക്ക് പോലും അതിശയിച്ചു പോകും, ഇത്ര അധികം കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഈ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഗണിതശാസ്ത്ര സമവാക്യങ്ങളിലോ അല്ലെങ്കിൽ ഭൗതിക വിപണി തന്ത്രങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും തീരുമാനങ്ങളെയും സമൂഹത്തെക്കുറിച്ചുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്പത്തിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സംഭവമല്ല, അടിസ്ഥാനമായിട്ട് ഉള്ള മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അവരുടെ തീരുമാനത്തിനും അടിത്തറയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സമ്പത്ത് വ്യവസ്ഥ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഈ മൂല്യങ്ങളെക്കുറിച്ച് ഒരു 14 പോയിന്റും 10 ഉപപോയിന്റുമായിട്ടാണ് ഞാൻ ബുക്കിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതിൽ 1-2 പോയിന്റുകളാണ് തൊഴിൽപരമായ നീതിയും ഉത്തരവാദിത്വവും, സ്വകാര്യ സ്വത്തിന്മേലുള്ള അവകാശം, ധാർമ്മികതയും നീതിയുടെ പങ്ക്, മനുഷ്യൻ്റെ അന്തസ്സ്, പൊതുനന്മ. ഇവയൊക്കെ നമ്മൾ ആ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ളത് ബൈബിളിലെ സാമ്പത്തിക ചിന്തകളെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബൈബിളിലെ സാമ്പത്തിക ചിന്തകളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്ന് പഴയ നിയമത്തിലെ സാമ്പത്തിക ചിന്തകൾ, മറ്റൊന്ന് പുതിയ നിയമത്തിലെ സാമ്പത്തിക ചിന്തകൾ. അപ്പോൾ പഴയ നിയമത്തിലെ സാമ്പത്തിക ചിന്തകളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ
പറയുകയാണെങ്കിൽ ക്രൈസ്തവ ദാർശനികതയുടെ അടിത്തറ എന്ന് പറയുന്നത് പഴയ നിയമത്തിലാണ് കിടക്കുന്നത്. ക്രൈസ്തവ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പഴയ നിയമത്തിലാണ് കിടക്കുന്നത്. ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവം മോശയ്ക്ക് നൽകിയ നിയമങ്ങൾ ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ പോലും വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. അതായത് പഴയ നിയമത്തിലെ സാമ്പത്തിക നിയമങ്ങൾ, പ്രത്യേകിച്ച് ജൂബിലി വർഷം, അതുപോലെ കടാശ്വാസ നിയമങ്ങൾ, വിഭവങ്ങളുടെ പുനർവിതരണം എന്നിവ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിലെ പല ശാസ്ത്രജ്ഞന്മാരെ പോലും അതിശയിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ മാത്രമല്ല അവരെ കൂടുതൽ ആകർഷിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്ന് രണ്ട് ആൾക്കാരുടെ പേരുകൾ ഞാനൊന്ന് പറയാം. E.F. ഷൂമാക്കർ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തൻ്റെ പുസ്തകത്തിൽ പഴയ നിയമത്തിലെ സാമ്പത്തിക തത്വങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല തോമസ് പിക്കറ്റി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ പുസ്തകത്തിൽ ജൂബിലി വർഷത്തെ വളരെ മഹത്വവൽക്കരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഹെർമൻ ഡാലി, അതായത് ഈ പരിസ്ഥിതി സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പഴയ നിയമത്തിലെ ശബത്ത് വർഷത്തിൽ, അതിൽ 7 വർഷം ഭൂമിക്ക് വിശ്രമം കൊടുക്കുന്ന ഒരു സംഭവം, അതിനെക്കുറിച്ചും അദ്ദേഹം വളരെ ആദരവോട് കൂടിയിട്ട് നോക്കിക്കൊണ്ടിട്ടുണ്ട്. ഇതുപോലെ പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും പഴയ നിയമത്തിലെ സാമ്പത്തിക നയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ നോക്കിക്കണ്ട നിരവധി ചിന്തകൾ ഏകദേശം ഒരു 10 എണ്ണത്തോളം നമ്മൾ പുസ്തകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് പുതിയ നിയമത്തിലെ സാമ്പത്തിക ചിന്തകളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ ഉപമകളിൽ ഏകദേശം 40% വരുന്ന ഉപമകളും സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്ന താലന്തുകളുടെ ഉടമ മത്തായി 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ഇതൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരൻ, മത്തായി 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നീതിപൂർവമായ വേതനവും എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉപമയായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല മൂന്നാമതായിട്ട് ധനികനായ ഭോഷൻ, അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തിൻ്റെ അമിതമായ പൂഴ്ത്തിവെപ്പിനെ കുറിച്ചാണ്. പഴയ കാലത്തൊക്കെ നമുക്ക് ആ സംഭവം കാണാനായിട്ട് സാധിക്കും. സമ്പത്തുള്ളവൻ അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുഴിച്ചിടും, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. അത് ഒരിക്കലും ബൈബിൾ അനുവദിക്കുന്ന ഒരു സംഭവമല്ല. സമ്പത്തിൻ്റെ പൂഴ്ത്തിവെപ്പിനെ കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ധനവാനും ലാസറിനെയും കുറിച്ച് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള സഹായമാണോ നമ്മൾ സഹായിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഉദാഹരണമാണ് ധനവാനും ലാസറും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുദ്ധിമാനായ കാര്യസ്ഥൻ, കണക്ക് തീർക്കുന്ന രാജാവ്, മാത്രമല്ല കാണാതെ പോയ നാണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പണിയെടുത്ത് നമുക്ക് കിട്ടുന്ന ഓരോ രൂപയും വളരെ മൂല്യമുള്ള രൂപയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപമയാണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസ ദൂർത്തടിച്ച് കളയാനുള്ളതല്ല, അതിന് വളരെയധികം മൂല്യമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഉപമയാണ് കാണാതെ പോയ നാണയം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സുവിശേഷം ചെന്നിടത്തിലെ സാമൂഹിക സാമ്പത്തിക വളർച്ച എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. സുവിശേഷം ചെന്നിടങ്ങളിൽ തീർച്ചയായിട്ടും സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിനെക്കുറിച്ച് പഠനങ്ങളും നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. സുവിശേഷം ചെന്നിടത്ത് ആത്മീയ പരിവർത്തനം അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു ചട്ടക്കൂടിൽ നിന്ന് മാറി വരിക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ, സാമൂഹിക നീതി എന്നിവയിലൊക്കെ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. സുവിശേഷം തെന്നിടങ്ങളിലെ എല്ലാ മനുഷ്യൻ്റെ ചിന്താഗതിയിലും ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായ വിപ്ലവകരമായ മാറ്റം അത് കേവലം കുറച്ച് നാളത്തേക്കുള്ള മാറ്റങ്ങളല്ല, തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഒരു മാറ്റമാണ് ഈ സുവിശേഷം ചെന്നിടത്തുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജസ്ഥാൻ ബൈബിൾ കോളേജിലാണ് തിയോളജി പഠിച്ചത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമാണ് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പഠിച്ചത്.
ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷമാണ് മരിയയ്ക്ക് വസ്ത്രം ധരിക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് നമ്മുടെ നോർത്തിലൊക്കെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അവിടുത്തെ സഹോദരന്മാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ അവിടേക്ക് മനസ്സിലാവും മാന്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു പതിച്ച അല്ലെങ്കിൽ ഒരു താഴ്ന്ന സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഒരു 20 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ചർച്ചിൻ്റെ ലീഡറായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുകാരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാരോ ഈ അവസ്ഥയിലേക്ക് മാറാതെ അവർ അതേ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ 30 വർഷത്തിന് പിന്നും കഴിഞ്ഞു കഴിഞ്ഞാലും അവർ അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അതാണ് ഈ ക്രിസ്തീയ മൂല്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നോർത്തിൽ ഇപ്പോൾ കാണുന്ന എല്ലാ ക്രിസ്ത്യാനികളെ ഇടിക്കുന്നതിനൊക്കെ കാരണം അവർ അറിവ് സമ്പാദിച്ചു. അവർ വേതനം ചോദിക്കാൻ തുടങ്ങി. ഇന്ന പണിയെടുത്താൽ ഞങ്ങൾക്ക് ഇന്ന കൂലി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരണം. ഇങ്ങനെയുള്ള അറിവ് സമ്പാദിക്കുന്നതിനൊക്കെ അവർ ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ ഏകദേശം 20 നിരീക്ഷണങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അറിവും വിദ്യാഭ്യാസവും അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. സാമൂഹിക പരിഷ്കരണം, പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സ്, പ്രാദേശിക ഭാഷകളുടെ വികസനം, അച്ചടിയുടെ വ്യാപനം, സ്ത്രീ ശാക്തീകരണം, ശാസ്ത്രീയ രീതികളിലുള്ള കൃഷി രീതികൾ, ഇതിനൊക്കെ കുറിച്ച് അങ്ങനെ ഒരു 20 പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയെക്കുറിച്ച് ഒന്ന് പറയാം. അതായത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാർ കടന്നു ചെല്ലുകയുണ്ടായി. ആ ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന് പറഞ്ഞതിൽ ബൈബിൾ പണ്ഡിതന്മാർ മാത്രമല്ല, നല്ല അടിപൊളിയായിട്ട് തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് എന്താ പറയണത് കൃഷി രീതികളെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് എങ്ങനെ വിത്ത് പാകണം എന്നുള്ളത് മുതൽ എങ്ങനെ വളമിടണം എന്നുള്ളത് ഇതൊക്കെ പഠിച്ചിട്ടുള്ള മിഷണറിമാരാണ് പല സ്ഥലങ്ങളിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന കൃഷികൾ അല്ലെങ്കിൽ വിത്തുകൾ ഇവർ പോകുമ്പോൾ ഇവർ ലോകമെമ്പാടും പോയപ്പോൾ ഇതും ലോകമെമ്പാടും ഈ വിത്തുകൾ കൊണ്ടുപോകാനും അവിടെ കൃഷികൾ നടത്തുവാനും ഒക്കെ ഉണ്ടായി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം നല്ല രീതിയിൽ വളർന്ന കൃഷികളുണ്ടായി, മറ്റ് സ്ഥലങ്ങളിൽ ഇവിടെ വളരാത്ത പല കൃഷികളും മറ്റൊരു സ്ഥലങ്ങളിൽ വളരാനായിട്ട് ഇടയായി. ഇതുമൂലം കയറ്റുമതിയും ഇറക്കുമതിയും നമുക്ക് വരുവാനായിട്ട് ഇടയായി. ഇതുമൂലം ഒട്ടനവധി പട്ടിണി മാറാനായിട്ട് ഇടയായി. ഇതുമൂലം ഈ എന്താ പറയേണ്ടത് കൃഷിക്കാരുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താനൊക്കെ ഈ ഒരു സംഭവം കൊണ്ടിടയായി. നമുക്ക് അറിയാം അവർ ലോകത്തിൽ മുഴുവനും വ്യാപിപ്പിച്ച കൃഷികൾ ഏകദേശം ചില ഉദാഹരണമാണ് മരച്ചീനി, റബ്ബർ, പൈനാപ്പിൾ, തേയില, കാപ്പി. ഇവയൊക്കെ ക്രിസ്ത്യൻ മിഷണർമാർ സ്പ്രെഡ് ചെയ്തതാണ്. ഈ മരച്ചീനി, അതായത് കപ്പ, കിഴങ്ങ്, കൊള്ളി എന്നൊക്കെ പറയും. ഈ സാധനം നമ്മുടെ കേരളത്തിൻ്റെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. തൃശ്ശൂർ റഹബോത്ത് അനാഥാലയം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെ വി നാഗൽ സാഹിബിൻ്റെ ചരിത്ര പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാനായിട്ട് സാധിക്കും. നെല്ലുകുന്നിൻ്റെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് സാഹിബ് നട്ട കപ്പയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മിഷണറിമാരാണ് പല സ്ഥലങ്ങളിലെയും പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടയായത്. അതുമൂലം അവിടുത്തെ ഉന്നമനാണ് ഉണ്ടാകുന്നത്. അതുമൂലം അവിടുത്തെ സാമ്പത്തിക പുരോഗതിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഏകദേശം ഒരു 20 പോയിന്റുകളാണ് സുവിശേഷം ചെന്നിടത്ത് സാമൂഹിക വളർച്ചകൾ ഉണ്ടായത്. 20 പോയിന്റുകളാണ് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ഞാൻ എഴുതിയ പുസ്തകത്തിൽ വളരെ ഷോർട്ടായിട്ടുള്ളതുമായിട്ടുള്ള ഒരു അധ്യായമാണ്. കാരണം അത് വലിയൊരു അധ്യായം ആണ്, എങ്കിലും ഞാനത് ഷോർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ റോബർട്ട് ഡി വുഡ്ബറി എന്ന് പറയുന്ന ഗവേഷകൻ്റെ ഒരു ഗവേഷണ ഗ്രന്ഥമാണ് ഞാൻ ആ 11ാമത്തെ അധ്യായമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡോക്ടർ റോബർട്ട് ഡി വുഡ്ബറി തൻ്റെ പുസ്തകത്തിൽ വിഖ്യാത ഗവേഷണ ഗ്രന്ഥമായ ദ മിഷണറി റൂട്ട് ഓഫ് ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം, അതായത് അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്, ഉദാരമായ ജനാധിപത്യത്തിൻ്റെ മിഷണറി വേരുകൾ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന കണക്കുകൾ ഫുള്ള്
കണക്കുകളാണ്, സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനത്തെ പല കണക്കുകളാണ്. സാമൂഹിക ശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ച ഒന്നാണ്. പക്ഷേ ഈ പുസ്തകം ഇറങ്ങുന്നത് 2012 കേട്ടോ, അധികം കാലമായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ രചിക്കാനായിട്ടുള്ള കാരണം 142 രാജ്യങ്ങളിലെ ഡാറ്റ പരിശോധിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മിഷണറിമാരുടെ പ്രവർത്തനം എങ്ങനെയാണ് നാടിൻ്റെ പുരോഗതിക്ക് ഗുണകരമായത് എന്നതാണ് ആ പുസ്തകത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാതൽ എന്ന് പറയുന്നത്. വുഡ്ബറി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ട് എൻ്റെ മനസ്സിനെ പിടിച്ച് കുലുക്കി. ആ കോട്ട് ഞാനിവിടെ ഒന്ന് വായിക്കാം. വിചിത്രപരമായി മിഷണറിമാരുടെ പ്രവർത്തനം നടന്ന പ്രദേശങ്ങളിൽ ഇന്ന് ജനാധിപത്യവും സാമ്പത്തിക സുരക്ഷിതത്വവും കൂടുതലായി കാണപ്പെടുന്നു എന്നത് യാദൃശ്ചികമല്ല. അത് അവർ പാകിയ വിദ്യാഭ്യാസത്തിൻ്റെയും നിയമബോധത്തിൻ്റെയും ഫലമാണ് എന്നാണ് വുഡ്ബറി. അത് 142 രാജ്യത്തിൻ്റെ ഡാറ്റ എടുത്തുകൊണ്ടാണ് കേട്ടോ വുഡ്ബറി അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അടുത്തതായിട്ടുള്ളത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രിസ്ത്യാനിറ്റി ഇല്ലാതിരുന്ന ഒരു ലോകം. അതായത് ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും. ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും ബൈബിളും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ഒരു സബ്ജക്റ്റിലാണ് ഏറ്റവും അവസാനത്തെ ഒരു ടോപ്പിക്ക്. സമയത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. പുസ്തകത്തിൻ്റെ കാതലായിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുന്നു ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങളാണ്. ചരിത്ര താളുകളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയും ബൈബിളും മുന്നോട്ട് വെച്ച സാമ്പത്തിക ചിന്തകളും പൂർണ്ണമായിട്ടൊന്ന് മാച്ച് കളയുക. എന്നിട്ട് ആധുനിക ലോകത്തിന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നാം ഇന്ന് കാണുന്ന തിളക്കമുള്ള നഗരങ്ങൾ കാണാനായിട്ട് സാധിക്കില്ല. ഇന്ന് കാണുന്ന നല്ല നല്ല ബാങ്കിങ് സംവിധാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇതൊന്നും നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനിറ്റി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മുഖച്ഛായ എങ്ങനെ മാറും എന്നുള്ളതിനെ കുറിച്ചുള്ള 10 അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ 10 ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ചില ഉദാഹരണങ്ങൾ പറയാം. വിട്ടുമാറാത്ത അടിമസ്ഥ വ്യവസ്ഥ, നാടുവാഴ്ത്തത്തിൻ്റെ അന്ധകാര യുഗം, കാരുണ്യമില്ലാത്ത വിപണി. ഈ വിപണിയിലൊക്കെ ക്രിസ്ത്യൻ ചിന്തകളിൽ വന്നതുകൊണ്ടാണ് ഈ കള്ളത്തുലാസ യഹോവയ്ക്ക് വെറുപ്പുള്ളതാകുന്നു. ഇതൊക്കെ വളരെ നല്ല രീതിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വാസികളായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബൈബിൾ പഠിച്ച ആൾക്കാരൊക്കെ ആയതുകൊണ്ടാണ് ഇതൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഇതില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അതായത് ആഡം സ്മിത്ത് സമ്പദ് വ്യവസ്ഥയുടെ പിതാവാകുന്നതിന് മുമ്പും ഇവിടെ പല സമ്പദ് വ്യവസ്ഥകൾ പല രാജ്യങ്ങളിലൊക്കെ നിലനിന്നിരുന്നു. അത് ഒരു ഏകപക്ഷീയമായിട്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ സമൂഹത്തിലെ ചില ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം സമ്പത്ത് രൂപീകരിക്കുകയും ബാക്കിയുള്ളവരെല്ലാവരും അടിമകളായി നിൽക്കുകയും അവർക്ക് ആ സമ്പത്ത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ അവർക്ക് ആ സമ്പത്തിൽ അനുഭവിക്കാനും അല്ലെങ്കിൽ അവർ പണിയെടുത്തിട്ട് രാവിലെ മുതൽ പണിയെടുത്തിട്ട് വൈകുന്നേരം പൈസ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കൂലി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എന്താവും? ഇങ്ങനെ ഒരു വലിയൊരു ജനത മുൻപ് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ അതിശയം തോന്നും. അപ്പോൾ അതൊക്കെ മാറ്റിമറിക്കുന്നതിന് ഒരു വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വിശ്വാസമാണ്, ക്രിസ്തീയ വിശ്വാസമാണ്. അല്ലെങ്കിൽ ബൈബിള് വായിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ബൈബിൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 10 പോയിന്റാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ചുകൂടി ചുരുക്കമായി പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വികൃതമായൊരു മുഖമാണ് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുക. ദയോ അല്ലെങ്കിൽ കാരുണ്യമോ ഇല്ലാത്ത ഇരുണ്ട സാമ്പത്തിക ക്രമമായിരിക്കും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ലോക സമ്പദ് വ്യവസ്ഥയിലെ ക്രിസ്തീയ മൂല്യങ്ങളെന്ന ഈ പഠനം നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പഠനത്തെക്കുറിച്ച് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവസാനം
ഉറച്ചു നിൽക്കുക ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും. സാമ്പത്തിക വളർച്ച എന്നത് കേവലം ഭൗതികമായുള്ള സമ്പാദ്യങ്ങളെ കൂട്ടിവെക്കുക എന്നുള്ളത് മാത്രമല്ല, അത് മനുഷ്യൻ്റെ അന്തസ്സിനെയും മാത്രമല്ല സാമൂഹിക തത്വത്തെയും ഉയർത്തിപ്പിടിക്കേണ്ട ഒന്നായിരിക്കണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ലോകം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക സുരക്ഷിതത്വത്തിനും മനുഷ്യത്വത്തിനും പിന്നിൽ ബൈബിൾ പകർന്നു തന്ന ആ മഹത്തായ മൂല്യങ്ങളുടെ കയ്യൊപ്പ് എന്നും മായാതെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയൊരു അവതരണം നിർത്തുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായ രീതിയിൽ പ്രിയ ബ്രദർ ജോയൽ മനോഹരമായ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ജോയൽ ഉദ്ധരിച്ചതുപോലെ കർത്താവിൻ്റെ ഉപമകളെല്ലാം തന്നെ സാമ്പത്തികമായ ഉന്നമനവും അതിനേക്കാൾ ഉപരി അത് എങ്ങനെ ഉപയോഗപ്രദമാക്കണം എന്നുള്ളതുമാണ് അതിനകത്ത് പഠനങ്ങളെല്ലാം തന്നെ. നമുക്കറിയാം, നമ്മളെല്ലാവരും സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ക്രമീകൃതമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അവിശ്വസ്തർ എന്നൊരു പദമാണ് അതിനെ വിശുദ്ധ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏതൊരു മേഖലയും ദൈവവചനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും പണപരമായ കാര്യമാണെങ്കിലും മറ്റേത് ഏത് മേഖലകളിലും അവിശ്വസ്തത കാണിച്ചാൽ അത് തീർത്തും വചന വിരുദ്ധമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നു. കൂടാതെ ക്രൈസ്തവ സമൂഹത്തിൽ അല്ലെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ ക്രൈസ്തവ സമൂഹം നമ്മുടെ ആർഷഭാരതത്തിന് നൽകിയ മനോഹര സംഭാവനകളിൽ പ്രധാനമാണ് സമ്പദ് വ്യവസ്ഥ. നമുക്കറിയാം, ഇന്ന് കാണുന്ന സഹകരണ ബാങ്കുകൾ, എത്ര പേർക്കറിയാം സഹകരണ ബാങ്കുകൾ? ബാങ്കിങ് സിസ്റ്റം തന്നെ ഇന്ത്യക്ക് സമർപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയെ പഠിപ്പിച്ചെടുത്തത് ക്രൈസ്തവ മിഷണറിമാരാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കർത്താവിൻ്റെ ഉപമയിൽ പറയുന്നു, ഒരു രാജാവ്, ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ എന്തോ ചെയ്തു? 3 പേരുടെ കയ്യിൽ വേലക്കാരുടെ കയ്യിൽ സമ്പാദ്യം ഏൽപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? മടക്കി തരാനായിട്ട്. അപ്പോൾ അത് നമുക്കറിയാവുന്നതാണ്. 2 പേർ എന്ത് ചെയ്തു? അത് ബിസിനസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത്, വ്യാപാരം എന്ന് പറയുന്നത് നമുക്ക് യോഗ്യമായ ഒന്നാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പ്രിയ ജോയൽ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, ബിസിനസ്സുകാർ മൊത്തം വചനവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നവരാണെന്നുള്ളത്. ഞാൻ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖലയിലാണ്. ഞാനൊരു ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ മേഖല കയറി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ വചനം പഠിച്ച ആൾ, വചനം പഠിപ്പിക്കുന്ന ആൾ എന്തിനു വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഫിനാൻസ് മേഖല വർക്ക് ചെയ്യുന്നതെന്ന്. വേദപുസ്തകം കൃത്യമായി പറയുന്നു, വ്യാപാരം, ബിസിനസ്, ഇറ്റ് ഈസ് അലോട്ടഡ്, അത് സാങ്ഷൻഡ് ആണ്, അത് അലൗഡ് ആണ് നമുക്കത്. പക്ഷേ അതിനെ ഒരു വ്യവസ്ഥയുണ്ട്, അത് കൃത്യമായ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. അനീതിയായി ഒന്നും ചെയ്യാതെ. നമുക്കറിയാം, ചുങ്കക്കാരോട് പറഞ്ഞു, നിങ്ങൾ പിരിക്കുമ്പോൾ എന്തോ ചെയ്യണം? ന്യായമായത് പിരിച്ചോ, ഒരു പ്രശ്നവുമില്ല. ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാരെല്ലാവരും പാപികളല്ല, ടാക്സ് കളക്ടേഴ്സ് എല്ലാവരും പാപികളല്ല. പക്ഷേ അവർക്ക് അനുവദിച്ചതിന് കൂടുതൽ പിരിച്ചു കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി? തെറ്റായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക ക്രമം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ആത്മീയ ജീവിതവും സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമാണ്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയ കർത്തദാസൻ ജോയൽ അത് എടുത്തുപയോഗിച്ച ആ പദം. നമുക്ക് ഉള്ളതിന് അധികമായി 2 ഉള്ളവൻ 1 ഇല്ലാത്തവനെ കൊടുക്കട്ടെ എന്ന ഒരു മഹത്വചനം എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കാം, നമ്മളങ്ങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന നമുക്ക് തന്നെ ആവശ്യമാണ്. ആകയാൽ ഈ ഒരു സെഷൻ നമ്മളെ തന്നെ വിചിന്തനം ചെയ്യേണ്ടതിനും നമുക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയെല്ലാം നമ്മെ തന്നെ ക്രമീകരിക്കാം, സാമ്പത്തിക മേഖലയിലായിക്കോട്ടെ ആത്മീയ മേഖലയിലായിക്കോട്ടെ, നമ്മെ ക്രമീകരിച്ചുകൊണ്ട് രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുവാൻ സർവ്വകൃപാലുവായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.